നമസ്കാരം. ഗാസയിൽ ഒരു ഫൈനൽ പുഷ് എന്ന നിലയിൽ ഇസ്രായേൽ വീണ്ടും കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. വീണ്ടും എന്ന് പറയുന്നത് ഒരു പക്ഷെ അതിശയോക്തിയായിരിക്കാം. ഇത്രയും കാലം സംഭവിച്ചതെല്ലാം കരയുദ്ധം തന്നെയാണ്, അല്ലെങ്കിൽ 2 വർഷമായി തുടരുന്ന ഒക്ടോബർ 7, 2023 മുതൽ തുടരുന്ന നിരന്തരമായ ആക്രമണങ്ങൾ. അതിനിടയിൽ 2 വെടിനിർത്തലുകൾ സംഭവിച്ചു. പക്ഷേ ഗാസയിലെ സ്ഥിതി ഓരോ ദിവസവും മോശമായി വരികയാണ്. ഇപ്പോഴിതാ ഗാസയിൽ ഗാസ സിറ്റി കേന്ദ്രീകരിച്ച് ഏതാണ്ട് ഒരു 3000-ഓളം ഹമാസിന്റെ പ്രവർത്തകർ ഉണ്ട് എന്നതാണ് കരുതപ്പെടുന്നത്. അവരെ കൂടെ ഫ്ലഷ് ഔട്ട് ചെയ്താൽ എല്ലാം ഭദ്രം എന്ന ഇസ്രായേലിന്റെ ഒരു ചിന്ത. അതാണ് ഫൈനൽ പുഷ് ടു ഗാസ. ഒരുപക്ഷെ ഒരു ബെഞ്ച് മാർക്കായി കരുതുന്നത് ഒക്ടോബർ 7, 2025 ആകാം. യുദ്ധം തുടങ്ങി 2 വർഷത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് പിന്മാറാം എന്നതാവാം ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഉദ്ദേശം. പക്ഷെ ബന്ദിമോചനം ഇപ്പോഴും മരീചികയായി തുടരുന്നു. ഏതാണ്ട് 20ഓളം ബന്ദികളെങ്കിലും അന്ന് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ ഏതാണ്ട് 20ഓളം പേര് മാത്രമേ ഇപ്പോൾ ഒരുപക്ഷെ ഹമാസിന്റെ കസ്റ്റഡിയിൽ ജീവനോട് അവശേഷിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. ഏതാണ്ട് 50ഓളം ബന്ദികളുടെ മിസ്സിംഗ് കണക്കുകളാണ്. മറ്റുള്ളവർ ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളതായി കരുതപ്പെടുന്നു. അപ്പൊ ബന്ദിമോചനം സാധ്യമാവാത്ത ഒരു ഘട്ടത്തിൽ ഇനി എന്താ 2 വർഷം കൊണ്ട് നടക്കാത്ത ബന്ദിമോചനം ഈ ആക്രമണം കൊണ്ട് നടക്കും എന്ന് കരുതാനാവില്ല. അങ്ങനെയെങ്കിൽ പരമാവധി ഡാമേജ് ഉണ്ടാക്കുക, ഗാസ സിറ്റി പൂർണ്ണമായി നശിപ്പിക്കുക, ഗാസയിലെ ജനജീവിതം ദുസ്സഹമാക്കി മാറ്റുക എന്നത് മാത്രമല്ല, ഒരിക്കൽ പോലും ഹമാസിനെന്നല്ല ഇസ്രായേൽ വിരുദ്ധമായി ഒരു ശക്തിക്കും തിരിച്ചു വരാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു ഗാസയുടെ ഒരു മാപ്പ് പുറത്തുവിടുകയാണ്. ആ ഗാസയെ പല കഷണങ്ങളായി, പല ഖണ്ഡങ്ങളായി വീതിച്ചുകൊണ്ട് അവിടെ എല്ലാം തന്നെ വ്യത്യസ്തമായ മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗാസ സിറ്റിയിലേക്കുള്ള ഫൈനൽ പുഷ്. ഒരു 10 ലക്ഷത്തോളം പേരാണ് ഗാസ സിറ്റിയുടെ ചുറ്റുപാടും, അതായത് ഗാസയുടെ ഏറ്റവും വടക്കുള്ള മേഖല കഴിഞ്ഞ് പിന്നെ തെക്കുള്ളതാണ്. 2ാമത്തെ ഭാഗമാണ് ഗാസ സിറ്റി. അവിടെ ഗാസയിലെ ഏറ്റവും വലിയ പട്ടണം ഗാസ സിറ്റി തന്നെയാണ്. ഏതാണ്ട് 10 ലക്ഷത്തോളം പേരാണ് ഗാസയുടെ പല ഭാഗത്തു നിന്നും വന്നവരും ഗാസ സിറ്റിയിൽ നിലവിലുള്ളവരുമായ ആളുകൾ. അതിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം പേർ ഓൾറെഡി വളരെ വലിയ പലായനത്തിലാണ്. 7 ലക്ഷത്തോളം പേർ അവിടെ ഹോൾഡ് അപ്പാണ്. ഏതാണ്ട് 5000-ൽ പരം കുട്ടികൾ ഏത് നിമിഷവും മരണപ്പെടാം എന്ന നിലയിലാണ്, പോഷകാഹാരക്കുറവും മറ്റു കാരണങ്ങളാലും. അതുകൊണ്ട് വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് അവിടെ. അതാണ് ഒരു ഡെവലപ്മെന്റ്. ഞാൻ ഈ വീഡിയോയിൽ 3 സംഭവങ്ങൾ, വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന 3 സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത ചിത്രവും ഇസ്രായേൽ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുമാണ് ഉദ്ദേശിക്കുന്നത്. ഗസ കഴിഞ്ഞ 2ാമത്തെ വിഷയം യമനിലെ വിഷയമാണ്. ഹുദൈദ തുറമുഖം കഴിഞ്ഞ ദിവസം ഇസ്രയേലി ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. ഇവിടെയാണ് ഹുദൈദ, ഹൂതികളുടെ കസ്റ്റഡിയിലുള്ള, ഹൂതി നിയന്ത്രണത്തിലുള്ള യമന്റെ ചെങ്കടൽ തീരത്തെ തുറമുഖമാണ് ഹുദൈദ. ഹുദൈദ തുറമുഖം വഴിയാണ് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഇസ്രയേൽ കഴിഞ്ഞ ആഴ്ച സനായിൽ, യമന്റെ തലസ്ഥാനമായ സനായിൽ വൻപൻ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അവിടെ 2 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ, ഒരു അൽ മസീറ ടെലിവിഷൻ ചാനൽ, അവരുടെ തന്നെ ചാനലാണ്, ലോക്കൽ ചാനലാണ്, ചാനലിനെതിരെ, അതുപോലെ സെപ്റ്റംബർ എന്ന പേരുള്ള ദിനപത്രത്തിനെതിരെ ആക്രമണം നടന്നു. അവിടെ ഏതാണ്ട് 25ഓളം പത്രപ്രവർത്തകരാണ് അവിടെ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. അതോടൊപ്പം തന്നെ ഒരു ഇന്ധന ടാങ്ക് വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തി ഇന്ധന സംഭരണശാലകൾ സനായിൽ തകർക്കുന്ന കാഴ്ച കണ്ടു. അതോടൊപ്പം തന്നെ ഹൂതികളുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് കെയിം അണ്ടർ ഇസ്രയേലി ബോംബാർഡ്മെന്റ്. അപ്പൊ സനയ്ക്ക് ശേഷം ഹുദൈദയിലേക്കും ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. ഹുദൈദ കേന്ദ്രീകരിച്ചാണ് ചെങ്കടൽ വഴി പാസ് ചെയ്യുന്ന അമേരിക്കൻ ഷിപ്സ്, യൂറോപ്യൻ ഷിപ്സ്, ഇസ്രായേലി ഷിപ്സ്, അതിനെല്ലാം എതിരെ ഹൂതികൾ ആക്രമണം നടത്തുന്നത് എന്ന കാരണത്താലാണ്. അതുകൊണ്ട് റിലൻറ്റ്ലെസ് ആയി മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാകുന്ന ഒരു കാഴ്ച കാണുന്നു. 3ാമത്തേത് അറബ് ഉച്ചകോടിയാണ്. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം. ആ ആക്രമണം എല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യമാണ്. കാരണം ഇസ്രായേൽ
അറബ് ലോകത്തെ പല രാജ്യങ്ങളെയും ആക്രമിച്ചിട്ടുണ്ട്. സിറിയയെ ആക്രമിച്ചു, ജോർദാനിൽ ചിലപ്പോഴൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്, വടക്ക് പിന്നെ ലെബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരിക്കുന്നു. അതിന് പലസ്തീനിൽ, അതായത് അറബി ലാൻഡ് തന്നെയാണല്ലോ, വെസ്റ്റ് ബാങ്കിലും ഗസയിലും ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാനെതിരെ, നോൺ അറബ് എങ്കിൽ പോലും മുസ്ലിം രാജ്യമായ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി. ഇപ്പോഴിതാ GCCയിലെ രാജ്യമായ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്ന, ഈജിപ്തും ഖത്തറും അമേരിക്കയും ഒക്കെയാണല്ലോ ഈ ഹമാസിന്റെ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നത്. മധ്യസ്ഥ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിയതിനുള്ള ഒരു പ്രതികരണം ഖത്തറിന് പ്രതികരിക്കാൻ, ഏത് രൂപത്തിൽ എന്ന് പറയുന്നില്ല, ഏത് രൂപത്തിലും പ്രതികരിക്കാൻ, ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ അനുവാദമുണ്ടെന്നും അവകാശമുണ്ടെന്നും അങ്ങനെയെങ്കിൽ തങ്ങൾ കൂടെ നിൽക്കും എന്നും അറബി ഇസ്ലാമിക ഉച്ചകോടിയുടെ പ്രഖ്യാപനം, അത് ഖത്തറിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച പ്രഖ്യാപനം, സമ്മേളനത്തിൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. കേവലം ഒരു പ്രഖ്യാപനം എന്നതിനേക്കാൾ കൂടുതൽ അർത്ഥതലങ്ങൾ വായിച്ചെടുക്കേണ്ടതുണ്ടോ, അതാണ് ആലോചന. പലപ്പോഴും അറബി ലീഗിന്റെ ഉച്ചകോടി പല ഇടങ്ങളിലായി, കെയ്റോയിലും മറ്റു പല തലസ്ഥാനമായ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിലാണല്ലോ പലപ്പോഴും അവരെ ഒത്തുകൂടുന്നത്. മറ്റു പല ഇടങ്ങളിലും വെച്ചുള്ള അറബി ഉച്ചകോടി ഇസ്ലാമിക രാജ്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ്. അറബ് ലീഗ്, അത് അറബി രാജ്യങ്ങൾ മാത്രമുള്ള ഉച്ചകോടിയാണ്. അതോടൊപ്പം തന്നെ OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ്, അതെല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും, അതായത് അറബി മേഖലയ്ക്ക് വെളിയിലുള്ള തുർക്കിയും ഇറാനും ഇന്തോനേഷ്യയും എല്ലാം ഉൾപ്പെടുന്ന മുസ്ലിം കൂട്ടായ്മയാണ്. അങ്ങനെ അറബി ഇസ്ലാമിക കൂട്ടായ്മ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു, നടപ്പാക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു തീരുമാനം. അത് ഏതാണ്ട് നേറ്റോ മോഡലിലുള്ള ഒരു തീരുമാനമാണ്. തങ്ങളിൽ ഒരു രാജ്യം ആക്രമണ വിധേയമായാൽ, ആക്രമിക്കാൻ സാധ്യതയുള്ള ഇസ്രായേൽ മാത്രമാണ് ആ പ്രദേശത്ത്, ആക്രമണ വിധേയമായാൽ എല്ലാ രാജ്യങ്ങളും നേറ്റോ മാതൃകയിൽ യൂറോപ്യൻ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക ഉൾപ്പെടെ രൂപീകരിച്ച നേറ്റോയുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതേ മാതൃകയിൽ തങ്ങൾ ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ രാജ്യത്തിനുമെതിരെയുള്ള ആക്രമണമായി കണ്ടുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് അതിനെ പ്രതിരോധിക്കുകയും ആക്രമണകാരിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നു. അതൊരു സൈനിക സഹകരണ സഖ്യം എന്ന രൂപത്തിൽ എത്തിപ്പെട്ടില്ല എങ്കിൽ പോലും ഇസ്രയേലിനെ ആലോചിക്കാനുള്ള വകയാണ്. മുൻകാലങ്ങളിൽ അറബ് രാജ്യങ്ങൾ സംയുക്തമായി ഇസ്രയേലിനെ ആക്രമിച്ച ഒരു ചരിത്രമുണ്ട്. അതെല്ലാം തന്നെ ഇസ്രായേൽ അതിജീവിക്കാൻ കഴിഞ്ഞു. 1948 യുദ്ധം, 1956 അറബ് ഇസ്രായേലി യുദ്ധം, 1967 യുദ്ധം. 67 യുദ്ധത്തിലാണ് ഇസ്രായേൽ അറബി ലാൻഡിന്റെ സിംഹഭാഗങ്ങളും, ഗോലാൻ കുന്നുകൾ സിറിയയിൽ നിന്നും, നെജേവ് ഡെസേർട്ടിന്റെ ഭാഗങ്ങൾ, അതുപോലെ സൈനായി മരുഭൂമി ഈജിപ്തിൽ നിന്നും, ഗാസയും ഒക്കെ പിടിച്ചെടുത്ത 67 വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തത് 67 യുദ്ധത്തിലാണ്. പിന്നീട് 73 യുദ്ധം നടന്നു. ഇതെല്ലാം അറബ് ഇസ്രായേലി പോരാട്ടങ്ങളാണ്. പിന്നീട് നടന്നതെല്ലാം ഒറ്റപ്പെട്ട, 1967 ശേഷം നടന്നതെല്ലാം ഒറ്റപ്പെട്ട പോരാട്ടങ്ങളാണ്. അവിടെ ഒന്നൊന്നായി അറബ് ലോകത്തെ ഒരു ഭിന്നിപ്പ് മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ അറബ് രാജ്യങ്ങളിൽ ഓരോന്നോരോന്നായി ആക്രമിക്കുകയും, അത് മാത്രമല്ല അറബി പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി എക്സ്പാൻഷനിസ്റ്റ് പോളിസി, അങ്ങനെ വെസ്റ്റ് ബാങ്കിലെ കണ്ണായ സ്ഥലങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ കൈവശപ്പെടുത്തി. ഗാസയുടെ ഒരു വിഭാഗം, ഗാസയെ മുഴുവൻ തന്നെ ഒരിക്കൽ കീഴടക്കിയതാണ്. പിന്നീട് 2007 മുതൽ ഗാസ ഒരു സ്വയംഭരണ പ്രദേശമായി ഹമാസിന്റെ ആധിപത്യത്തിൽ തുടരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴിതാ ഏതാണ്ട് പൂർണ്ണമായി ഗാസ കൈവശപ്പെടുത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നു. ഇങ്ങനെ വരുമ്പോൾ അറബ് ലീഗ് തീരുമാനമെടുത്തിരിക്കുന്നു, ഇസ്രായേൽ ഒരു പരിധി ലംഘിച്ച് മുന്നേറിയിരിക്കുന്നു, ഇനി ക്ഷമിക്കാൻ തയ്യാറല്ല. അങ്ങനെയെങ്കിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനം മാത്രമല്ല, പലസ്തീനിയൻ ജനതയുടെ ജിനോസൈഡാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് വംശഹത്യയാണ്. അത് കൃത്യമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും. അത് വംശഹത്യ അല്ല എന്ന് സ്ഥിരമായി തെളിയിക്കാനും ആവില്ല. ഈ വംശഹത്യയാണ് എന്ന് കൃത്യമായി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി നവി പിള്ള സൗത്ത് ആഫ്രിക്കൻ വംശജ, സൗത്ത് ആഫ്രിക്ക വേരുകളുള്ള നിയമജ്ഞയാണ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഒഫീഷ്യലാണ്. നവി പിള്ളയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷണ കമ്മീഷൻ ഇതിന്റെ കാര്യങ്ങൾ നിജസ്ഥിതി അന്വേഷിക്കാൻ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, ഇത് ഗാസയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത്രയും കാലം സംഭവിച്ചത് കൃത്യമായ അർത്ഥത്തിൽ നരഹത്യയാണ്, മനുഷ്യഹത്യയാണ്, ജിനോസൈഡ് ആണ്, എത്നിക് ക്ലെൻസിങ് എന്ന് പറയാവുന്ന ജിനോസൈഡ് എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ കണ്ടെത്തൽ.
പക്ഷെ യുണൈറ്റഡ് നേഷൻസിനെ കുരയ്ക്കാനേ കഴിയൂ, കടിക്കാനാവില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ അവശേഷിക്കുന്നു. യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറലിനോട് പുല്ലുവിലയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാട്ടുന്നതും. അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിനെ ശക്തിപ്പെടുത്താനും UN-ലൂടെ പരമാവധി സാങ്ഷൻസ്, അമേരിക്കൻ സാങ്ഷൻസ്, യൂറോപ്യൻ സാങ്ഷൻ, യൂറോപ്യൻ സമൂഹത്തിന്റെ വകയായ സാങ്ഷൻസ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെല്ലാമുള്ള പ്രതീക്ഷകളും പ്രത്യാശയും ഒരു തരത്തിലുള്ള ഭീഷണിയും പിന്നെ വമ്പ് പറച്ചിലും ഇതെല്ലാം ചേർന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ദി അറബ് ലീഗ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്യുന്ന അറബ് ലീഗിന്റെ നിലപാട് കണ്ടു. അതോടൊപ്പം തന്നെ ഖത്തറിലെ വിഷയത്തിൽ എല്ലാ സീമകളും ലംഘിച്ചു എന്ന് ഐക്യരാഷ്ട്ര സംഘടന കണ്ടെത്തുകയും ചെയ്യുന്നു. അതാണ് വോൾക്കർ ടർക്ക്. അദ്ദേഹവും UN മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിരുന്നു ആണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വലിയ രീതിയിലുള്ള അൺഅക്സെപ്റ്റബിൾ രാജ്യാന്തര നിയമങ്ങളുടെ എല്ലാം നഗ്നമായ ലംഘനമാണ് ഇസ്രയേൽ കാട്ടിയത്. ഇതെല്ലാം പറയുമ്പോഴും ഒരു നടപടിയും ഇസ്രയേലിനെതിരെ എടുക്കാൻ അറബ് രാജ്യങ്ങൾക്കാകട്ടെ, GCCക്കാകട്ടെ, ഇസ്ലാമിക് കോൺഫറൻസിനാകട്ടെ, ഐക്യരാഷ്ട്ര സംഘടനയ്ക്കാകട്ടെ, അമേരിക്കയ്ക്കാകട്ടെ ആർക്കും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇസ്രയേൽ 5 തലങ്ങളിൽ ഇപ്പോൾ വെല്ലുവിളികൾ നേരിടുന്നു. അതുകൂടി പരിശോധിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിച്ചോളാം. കാരണം ഈ വീഡിയോയുടെ ഇതിവൃത്തം 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഫൈനൽ പുഷ് ഇൻ ഗസ ബൈ ഇസ്രായേൽ. അത് വിജയിക്കുമോ ഇല്ലയോ എന്നതല്ല, ഇതിന്റെ നീതിശാസ്ത്രമല്ല, മറിച്ച് അതിന്റെ രീതിശാസ്ത്രമാണ്. 2, ഖത്തറിൽ നടത്തിയ ആക്രമണം, അതിനോടുള്ള അറബ് ലീഗിന്റെ പ്രതികരണം. ഇപ്പോൾ യമനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിയ ആക്രമണം, ഹുദൈദയിലും സനയിലും നടത്തിയ ആക്രമണം, ഇതിനോടെല്ലാമുള്ള പ്രതികരണം, ലോകത്തിന്റെ പ്രതികരണം. ഇവിടെ 5 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയാർഹിക്കുന്നു. ഒന്ന്, ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസ് IDF പൂർണ്ണമായി രാഷ്ട്രീയ നേതൃത്വവുമായി ഏകോപനത്തിലല്ല എന്ന് ഈ അടുത്ത കാലത്ത് തെളിയുകയാണ്. പ്രത്യേകിച്ചും ഖത്തറിലെ ആക്രമണം മൊസാദ് വേണ്ട 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 എന്ന് നെതന്യാഹുവിനോട് 100 വട്ടം പറഞ്ഞതാണ് എന്നാണ് ഇസ്രായേലിൽ നിന്ന് വെളിയിൽ വരുന്ന രേഖകളിൽ കാണുന്നത്. എങ്കിലും നെതന്യാഹു നിർബന്ധം പിടിക്കുകയും ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഹാഫ് ഹാർട്ടഡ് ഒരു ആക്രമണമാണ് ഖത്തറിൽ നടന്നത്. അതൊരു സൂചനയാണെങ്കിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസിനെ പൊളിറ്റിക്കൽ അതോറിറ്റിക്ക് എത്ര കാലം ഫലപ്രദമായി വിന്യസിക്കാനാവും ഒരു ചോദ്യമാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന ഗാസയിലെ ഫൈനൽ പുഷ് പോലും ഒരു ഹാഫ് ഹാർട്ടഡ് ആണ്. കാരണം ഒരു ബാറ്റിൽ വർത്ത് യൂണിറ്റ് ആയിരിക്കാം IDF, പക്ഷേ ബാറ്റിൽ ഹാർഡൻഡ് ആയിരിക്കാം, സമ്മതിക്കുന്നു. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. 2 വർഷമായി നിരന്തരമായ പോരാട്ടത്തിലാണ്. ഇറാനുമായി പോരാട്ടം, ഹുതികളുമായി പോരാട്ടം, ഹിസ്ബുള്ളയുമായി പോരാട്ടം, ഹമാസുമായി ഇപ്പോഴും തുടരുന്ന പോരാട്ടം, ഖത്തറിലെ പോരാട്ടം എന്ന് വേണ്ട പോരാട്ടങ്ങൾ മാത്രം കണ്ട 2 വർഷം. അതുകൊണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ഒരു വിഭാഗമെങ്കിലും മാറി ചിന്തിക്കുമോ എന്ന ഒരു സന്ദേഹം. ഇതുവരെ അതിനുള്ള സാധ്യതയില്ല. പക്ഷെ അവർ അണ്ടർ പൊളിറ്റിക്കൽ കൺട്രോൾ ആണ്. പക്ഷെ അതാണ് ഒരു സാധ്യത. 2ാമത്തെ സാധ്യത, ബന്ദി മോചനം മരീചികയായി നിൽക്കുമ്പോൾ ബന്ദികളുടെ ഫാമിലീസ് ഇസ്രായേൽ ഉള്ളിൽ തന്നെ ഉയരുന്നൊരു വൻ വികാരമുണ്ട്. നെതന്യാഹു ഒരു ബലത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ബന്ദി മോചനം സാധ്യം. ഒരു ബന്ദിയെ പോലും ഇസ്രായേൽ ബലം പ്രയോഗിച്ച് ഗസയിൽ നിന്നും മോചിപ്പിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് അതൊരു വലിയ കീറാമുട്ടിയാണ്. ബന്ദികളുടെ ഫാമിലീസ് അവരെ ജീവനോട് കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ഉയർന്നു വരുന്ന നെതന്യാഹുവിനെതിരെ ജനാധിപത്യപരമായി ഇസ്രായേലിനുള്ളിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ അവഗണിക്കാൻ പൂർണ്ണമായി ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയില്ല. അടുത്ത ഒരു സന്ദേഹം ഇസ്രായേലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, അമേരിക്ക കട്ടക്ക് പിന്തുണയ്ക്കുന്നു എന്ന് പറയാമെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആ രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിക്കാനാവില്ല. വലിയ രീതിയിലുള്ള വിമർശനമാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ഉൾപ്പെടെയുള്ള EU രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഉപരോധം ഇസ്രായേലിനെതിരെ കർശനമായ ഉപരോധം വേണമെന്ന് യൂറോപ്യൻ യൂണിയന്റെ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ തന്നെ ഉടനടി സമ്മേളനം കൂടുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ഒരുപക്ഷെ യൂറോപ്യൻ ഉപരോധം, എല്ലാ രീതിയിലും സാമ്പത്തികവും സൈനികവുമായ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇസ്രായേൽ വലിയ തിരിച്ചടി തന്നെയാണ്. അമേരിക്കയുടെ മാത്രം പിൻബലത്തിൽ, ട്രംപിന്റെ മാത്രം പിന്തുണയിൽ എത്ര കാലം മുന്നോട്ട് പോകാനാവും? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അടുത്ത ഒരു കാര്യം, അറബ് രാജ്യങ്ങൾ നേറ്റോ മാതൃകയിൽ
ഒരു സൈനിക സഖ്യത്തിലേക്ക് ഇസ്രായേലിനെതിരെ ഒരിക്കൽ കൂടി യോജിച്ചുള്ള ഒരു മുന്നണിയായി പ്രവർത്തിക്കുകയാണെങ്കിൽ തോന്നിയതുപോലെ ഇനി അറബ് രാജ്യങ്ങളെ ഖത്തറിനെ ആക്രമിച്ചതുപോലെ കയറി ആക്രമിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. നെതന്യാഹു പറയുന്നത് തങ്ങൾ എവിടെയും, ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ജെറുസലമിലും ടെലവീവിലും ചെന്ന് ഇസ്രായേലുമായി സംഭാഷണം നടത്തി. അപ്പോൾ കാര്യങ്ങൾ മയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല, ഒരു അറബ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് പറയുകയാണ്. ഇത് കുറിപ്പിന്റെ ഉറപ്പ് പോലെയല്ലേ ഉള്ളൂ. തൊട്ടടുത്ത നിമിഷം നെതന്യാഹു പറയുകയാണ്, ഹമാസ് എവിടെ പോയി ഒളിച്ചാലും തങ്ങൾ പിന്തുടർന്ന് ചെന്ന് ആക്രമിക്കും. അതുകൊണ്ട് ഖത്തറിൽ തന്നെ ഇനി ഒരു ആക്രമണം, ഇസ്രായേലി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അറബ് രാജ്യങ്ങൾ നെറ്റോ മാതൃകയിൽ സംഘം ചേർന്ന് ഇസ്രായേലിനെതിരെ ഒരാക്രമണത്തിനുള്ള സ്കോപ്പുണ്ടോ? അത് മാത്രമല്ല, സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ സാധ്യമാകുന്നതിന് വേണ്ടി ന്യൂയോർക്കിൽ ഒരു ധാരണയായതുമാണ്. അതിനുവേണ്ടി ഒരു ഫൈനൽ പുഷിന് വേണ്ടി അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുമോ? ഇതുവരെ അറബ് ഇസ്ലാമിക യൂണിറ്റി പേപ്പറിൽ ഒതുങ്ങിയിരിക്കുന്നു. ഇനി അത് യാഥാർത്ഥ്യമാകുമോ? ഇതെല്ലാം ഇസ്രായേലിനെ തുറച്ചു നോക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ചരിത്രപരമായി ഇസ്രായേൽ ഇതെല്ലാം അതിജീവിച്ചിട്ടുണ്ട് എന്നത് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ്. അത് തുടരാനാവുമോ? സംശയമാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഇസ്രായേലിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. യമനിലെ തുടരുന്ന വിഷയങ്ങൾ, ഗാസ ഒരു കരക്കടുപ്പിക്കാൻ കഴിയാത്തത്, ഇപ്പോൾ ഖത്തറിനെ ചൊറിഞ്ഞ് ആകെ ഒരു പുലിവാലി പിടിച്ച അവസ്ഥ, ഇത് മൂന്നും പരിഗണിക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ദേ പുട്ടിങ് എ ബ്രേവ് ഫേസ് എത്രത്തോളം തുടരാനാവുമെന്ന് ഉറപ്പില്ല.